കൊണ്ട് ചെയ്യാനുള്ള ഡ്രൈ ക്ലേ കൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ക്ലേ ചെയ്യും, ഏത് കളർ എടുക്കുന്നത് ഞാൻ ചൂസ് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് ഒന്ന് ചൂസ് ചെയ്യട്ടെ. എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് ഇത്ര മാത്രമാണ്. എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് ഞാൻ എടുക്കാൻ വന്നത് റെഡാണ്. റെഡ് ഇസ് മൈ ഫേവറേറ്റ് കളർ. റെഡ് എടുക്കാം. നമുക്ക് റെഡ് ക്ലേ എടുക്കാം. ഇത് നല്ല സോഫ്റ്റിയാണ്. നമുക്ക് നല്ല സ്ലൈം പോലെ സോഫ്റ്റാണ് ഗൈസ്. നമ്മൾ എന്തുണ്ടാക്കാൻ പോകണമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അത്ര ക്ലേയാണ് എടുത്തേക്കുന്നത്. ഇത്ര ക്ലേയും ബാക്കി ക്ലേ എടുത്തേക്കാം. അപ്പോൾ ആവശ്യത്തിന് പിന്നെ എടുക്കാമല്ലോ, അതുകൊണ്ട് ക്ലേ ബാക്കി എടുത്ത് വെക്കുന്നു. ഇത്ര ക്ലേയോട് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ്. എനിക്ക് നല്ല ഇഷ്ടമാണ് സോഫ്റ്റ് ഇല്ലേ. എൻ്റെ ക്യാമറകളോട് ചോദിച്ചോക്ക്, സോഫ്റ്റ് അല്ലേ? യെസ്. നമുക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. എന്തുണ്ടാക്കാം? നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയാലോ? അപ്പം ഇനി എല്ലാം വേണം, നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് റോൾ ഉണ്ടാക്കാം. ഞാൻ 5 ബോൾസാണ് ഉണ്ടാക്കണേ. ഇതൊക്കെ നല്ല നോക്കി ഇങ്ങനെ നല്ല സോഫ്റ്റ് രൂപത്തിലാണ് ഉള്ളത്. നമുക്ക് നന്നായിട്ട് ആക്കാം. നോക്കി എനിക്കിത് ഇങ്ങനെ കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അല്ലേ? നമുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഇതിൻ്റെ പേര് ഡ്രൈ ക്ലേ എന്നാണ്. പിന്നെ എൻ്റെ ഒരു മുന്നുണ്ടായിരുന്നത് ഡോയാണ്. നമ്മളെ ഡോ ഉണ്ടാവില്ലേ, അതായത് ഡോ എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഡ്രൈ ക്ലേ എന്ത് രസം അറിയോ? ഞാനിത് 2 പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം 1 ബോൾ റെഡിയാക്കാം. 1 ബോൾ, ഒരു ബോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ബോളും കൂടി സെറ്റ് ചെയ്യാം. 2 ബോളല്ലല്ലോ, നമുക്ക് ഇനി 5 ബോൾ വെക്കണ്ടേ. ഇത് വേഗം ഡ്രൈ ആവും. അപ്പം വേഗം നമുക്കൊന്ന് ഒപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പണി കിട്ടില്ല. അപ്പോൾ നമുക്ക് അതിന് തന്നെ നമ്മളിപ്പോൾ 3ാമത്തെ ബോളാട്ടോ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണത്. ഫ്ലവർ കിട്ടാൻ നമുക്ക് നോക്കാം. എൻ്റെ ഫേവറേറ്റ് ഫ്ലവർ സൺഫ്ലവറും റോസുമാണ്. പിന്നെ എനിക്ക് ഞാൻ ഈ മഴ സമയത്തൊക്കെ നമ്മൾ ഫേവറേറ്റുള്ള ലില്ലി ജാസ്മിൻ അല്ല. അപ്പം ജാസ്മിനും എനിക്ക് ഇഷ്ടമാണ്. അത് കിട്ടുന്ന സമയത്ത് മാത്രം ഞാൻ ആക്കുന്നതാണ് ജാസ്മിൻ. കല്യാണത്തിനൊക്കെ മുന്നേ വെക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. അഞ്ചാമത്തേതായിട്ട് നമ്മുടെ വരാൻ പോകുന്നത് ആളാണ്. അങ്ങനെ 5 കൂടിപ്പോയിക്കളെ. അപ്പം 5 ബോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റേ 5ാമത്തെ ബോളൊന്നും സെറ്റായില്ല. അപ്പം 5ാമത്തെ ബോളൊന്നും സെറ്റ് ആയിട്ട് ചെറിയ ബോൾ മതിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് യെല്ലോ ക്ലേ ഒട്ടിക്കാം. മറ്റേ ബാക്കി വന്ന ക്ലേ എടുത്ത് വെക്കിട്ട്, കാരണം എനിക്കത് ആവശ്യം വരുന്നു. ഒട്ടിച്ച ക്ലേക്ക് വേഗം ഞാനൊരു ബാഗിലേക്ക് ഇടും. കാരണം അത് വേഗം നാശാവാനും ക്ലേ ഇതാവാനും അതുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാനുള്ള ട്രിക്കുകൾ കുറേ ഉണ്ട് കേട്ടോ. നമുക്കതൊക്കെ ട്രൈ ചെയ്യാം. നമുക്ക് ഇനി യെല്ലോ സ്മാഷ് പോലെ കേട്ടോ, സ്കുഷി പോലെയാണ് ഈ ക്ലേ ഇരിക്കുന്നത്. എനിക്കിതൊക്കെ എന്താ നല്ല രസമാണ്. ഓക്കെ, നമുക്ക് ഇനി പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊട്ടിക്കണ അതേപോലെ ഇതൊക്കെ ഇതാണ് നമ്മൾ ഫ്ലവർ. ഈ ഫ്ലവറിനുള്ളിലായിട്ട് നമ്മൾ യെല്ലോ കളർ കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് യെല്ലോ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യൂട്ട് യെല്ലോ കേട്ടോ. അത് ഇതിൻ്റെ സ്മൂത്ത് ഇത് കണ്ടല്ലോ. എന്താ ഇങ്ങനത്തെ ക്ലൈനൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിലും. അപ്പം ഞാൻ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് നടുവിലേക്കായിട്ട് മാത്രമായിട്ട് ക്ലേ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നോക്കിയപ്പോൾ നമ്മളൊരു ക്ലേ റൗണ്ട് ഇനി എല്ലാം സെറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഈ ക്ലേയുടെ ഇവിടെ ഇല്ലേ. ഓക്കെ, എടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലത്തെ ലൈനുകൾ കൊടുക്കും കേട്ടോ ചെറുതായിട്ട്. അതൊക്കെ ഞാൻ ലീവ്സ് നമ്മളെ മറ്റേ ചെമ്പരത്തില്ലേ അതിലൊക്കെ ഞാൻ കാണാറുള്ള ലൈൻസ് പോലെയാണ് ഞാൻ അതിൽ കൊടുക്കണേ. എനിക്കത് ഇഷ്ടമാണ് ഞാൻ കൊടുക്കാൻ. നിങ്ങളെ വിഷയം നമ്മൾ പിന്നെ കീ ചെയിൻസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാലെയാണ് നമ്മൾ ഉണ്ടാക്കുക. കാരണം സപ്പോർട്ട്, ലൈക്ക്, ഷെയർ
പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, എന്നാലേ നമ്മൾ റീച്ച് ആവുള്ളൂ. പിന്നെ നിങ്ങളും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഗിഫ്റ്റ് അല്ലേ ടോപ്പ് കമൻറ്ററിനെ. ടോപ്പ് കമൻറ്റ് ആരാ നമുക്ക് നോക്കണം. കമൻറ്റർ കുറേ ഉണ്ട്, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ആരാ നോക്കാം. ഇത് 2 മാസത്തിൽ കൂടിയിട്ടാണ് ഞാൻ തരാം. ചിലപ്പോൾ ഗീവ് അവേ ആയിരിക്കും, ചിലപ്പോൾ 1K അടിച്ചാൽ ഗീവ് അവേ. പക്ഷേ ടോപ്പ് കമൻറ്ററിന് എന്നും 2 മാസം കൂടുമ്പോൾ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഫ്ലവേഴ്സിൻ്റെ വര കൊടുക്കുന്നു. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ജേർണലും ഇങ്ങനത്തെ ക്രാഫ്റ്റ്സും ഡ്രോയിങ്സും ഒക്കെയാണ്. നിങ്ങളുടെയോ? നിങ്ങളെ ഹോബീസ് എങ്ങനെയാണെന്നൊക്കെ പറയണം. ഞാൻ പണ്ട് മുതലേ ഡ്രോയിങ്ങിലേക്കും ആർട്സിനും അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ, പഠിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ഡ്രോയിങ്ങും എന്തെങ്കിലുമൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം അതിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നല്ല രസമൊക്കെയാണ്. എനിക്കതിൻ്റെ ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അവരെ ഡ്രോ ചെയ്യണതും കളർ ചെയ്യുന്നതൊക്കെ. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടം ഇങ്ങനത്തെ ക്ലേ ആർട്ടും അങ്ങനത്തെ ഒക്കെയാണ് എനിക്ക് അപ്പോഴൊക്കെ ഇഷ്ടം. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതൊരു ഫ്ലവറാട്ടോ. ഇപ്പം നമുക്ക് ലീഫ് ആക്കി എടുക്കാം. അപ്പം നമ്മൾ ബാക്കി കുറച്ച് ക്ലേ ഉണ്ടായിരുന്നു, നമുക്ക് എടുത്തേക്കാം. ഈ ക്ലേ ലീഫിന് ഇവിടെ കൊടുക്കാൻ ആവശ്യം വരും. ഈ ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീനാണ് നമ്മൾ ലീഫിന് കൊടുക്കുന്നത്. നമുക്ക് കൊടുക്കാം. ഗ്രീൻ എടുത്തിട്ടുള്ളൂ, കാരണം കത്തറ ഗ്രീനൊക്കെ ആവശ്യമുള്ളൂ. ഞാൻ മുന്നേ നല്ല സോഫ്റ്റ് ഉള്ളത്, ഈ സോഫ്റ്റ് ഉള്ളത് നമ്മളത് ഉണ്ടാക്കാം. ലാസ്റ്റ് ഫ്ലവർ ആ ലീഫിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ഫിംഗർ കൊണ്ട് ആ ലീഫിന് ഒരു ഭാഗം വെക്കും. അതാണ് നോക്കിയപ്പോൾ ആ ലീഫിൻ്റെ പോത്തിന് കിട്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പേന വെച്ചിട്ട് അതിന് സെക്യൂർ ആക്കാം. അപ്പം ചില എൻ്റെ വര കൊടുക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു പേനയാണ് എടുത്തുള്ളത്. എൻ്റെ ഒരു പേനുണ്ട്, ഈ പേന കൊണ്ട് ഞാൻ അതിന് സെക്യൂർ ചെയ്യാൻ പോകും. ഇതുപോലെ. പക്ഷെ ഇത് ഫ്ലോപ്പ് ആവും കേട്ടോ. നമ്മൾ